അങ്ങനെ നമുക്ക് ഉത്സവമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെഴുകിക്കൊണ്ടിരിക്കുന്നത് ചാണകം തന്നെയാണ്. നമ്മളിങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു ദിവസം വരുമ്പോൾ മുറ്റത്ത് ചാണകവെള്ളം തളിക്കാറുണ്ട് കേട്ടോ. ആ സമയത്ത് അമ്മ മുറ്റവും കൂടി ഒന്നങ്ങ് ചാണകം മെഴുകിയിടുകയാണ് കേട്ടോ. മുറ്റം മുഴുവനൊന്നും മെഴുകുന്നില്ല കേട്ടോ, സ്റ്റെപ്പ് മാത്രമാണ് ചാണകം മെഴുകുന്നത്. പിന്നെ നമ്മൾ ചാണകവെള്ളം കലക്കിയിട്ട് ചൂലെടുത്ത് അടിക്കുകയാണ് കേട്ടോ ചെയ്യാറ് മുറ്റത്തൊക്കെ. പിന്നെ ഉമ്മറത്തൊക്കെ ചാണകം കുടയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ചാണകം മെഴുകാനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഉത്സവമൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ വീട് ശുചീകരിക്കാറുണ്ട് കേട്ടോ. അമ്പലമൊക്കെ നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും വന്നു കഴിഞ്ഞു കേട്ടോ. അമ്പലത്തിലേക്ക് ഞങ്ങൾ വരാൻ ഇച്ചിരി ലേറ്റായി. ഞാനും അമ്മയും കൂടി ഒരുങ്ങി അങ്ങ് ഇറങ്ങണ്ടേ. അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ അങ്ങ് ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. അമ്പലത്തിന്റെ താഴെ എത്തിയപ്പോൾ തന്നെ നല്ല ചെണ്ടമേളം കേൾക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും പുറത്തുണ്ട്, കൊടിയേറ്റം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൊടിയേറ്റമൊക്കെ കണ്ടു കേട്ടോ. കഴിഞ്ഞ വർഷവും കൊടിയേറ്റം കണ്ടിരുന്നു, പക്ഷെ കൊടിയിറക്കം കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയാറുണ്ട് കൊടിയേറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ കൊടിയിറക്കവും കാണുന്നു. പക്ഷെ നമുക്ക് ഒരിക്കലും അതിന് പറ്റാറില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും തിരക്കായി പോവുക. അങ്ങനെ കൊടിയേറ്റത്തിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ വന്നു കേട്ടോ. അമ്മ പിന്നെ എനിക്ക് ചന്ദനമൊക്കെ അങ്ങ് തൊട്ട് തന്നെ. ഇനി ഇവിടെ ഗാനമേളയും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാനുള്ള തിരക്കിലാണ് നമ്മൾ. ഇവരൊക്കെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരാണ് കേട്ടോ. ഇത് ബിന്ദു ചേച്ചിയാണ്. മറ്റു ചേച്ചീൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ആകെ കൺഫ്യൂഷൻ നിൽക്കുകയാണ് കേട്ടോ. കാരണം 2 സ്റ്റേജ് ഉണ്ട്. 2 സ്റ്റേജിനും 2 പരിപാടികളാണ് കേട്ടോ. ഒന്നിൽ കുട്ടികളുടെ അരങ്ങേറ്റവും ഡാൻസും ഒക്കെയാണ് കേട്ടോ. ഒന്നിൽ പിന്നെ ഭക്തി ഗാനമേളയാണ്, ഭജനയും കൂടി നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളങ്ങ് അമ്പലത്തിൽ നിന്ന് ഡാൻസ് കാണാൻ വേണ്ടി പോയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കുറേ പേര് അരങ്ങേറ്റം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളെയൊക്കെ, ചെറിയ കുട്ടികളും വലിയവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി സ്റ്റേജിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇത്തവണ ഇരിക്കാൻ ചെയറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ വർഷം ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് ചെയറൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്രാവശ്യം നമ്മൾ നിന്ന് തന്നെ കാണാം. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. കുറേ പേര് കഴിക്കുന്നുണ്ട്, കുറേ പേര് കാണുന്നുണ്ട് കേട്ടോ ഡാൻസൊക്കെ. ഉപ്മാവും സാമ്പാറുമാണ് കേട്ടോ രാത്രി കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്മ എനിക്ക് പ്ലേറ്റൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിയിട്ടോ ഉപ്മാവ്. ഗോതമ്പിൻ്റെ ബെൻസി റവ ഉപ്മാവാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉപ്മാവിനൊക്കെ. പിന്നെ സാമ്പാറും ആയിരുന്നു കേട്ടോ. അങ്ങനെ സാമ്പാറും പായസവും നല്ല അടിപൊളി കാപ്പി കേട്ടോ. നല്ല ചൂട് കാപ്പിയാണ്. എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിനൊക്കെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അമ്പലത്തിൻ്റെ മുന്നിൽ കോൽക്കളി നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കോൽക്കളി എന്നാണോ കറക്റ്റ് പേര് എനിക്കറിയില്ല. അങ്ങനെ വട്ടത്തിലാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല സ്പീഡിലാണ് കേട്ടോ ഇവർ കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കോൽക്കളിയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ അങ്ങ് നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചെറിയൊരു സീറ്റ് കിട്ടിയപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന്. പിന്നെ അമ്മ പറഞ്ഞു വേറൊരു സ്ഥലമുണ്ട് അവിടെ പോയിരിക്കുകയെന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഡാൻസും പാട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഗാനമേളയാണ്. ഭക്തിഗാനമേള ആയതുകൊണ്ട് ആർക്കും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും സാധനം വാങ്ങാമെന്ന് വെച്ചിട്ട് ഇതൊക്കെ കാണാൻ വരികയാണ് കേട്ടോ. കടകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ കടകളൊക്കെ തീരെ കുറവാണ് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഏതെടുക്കണം എന്ന് ആകെ കൺഫ്യൂഷനാണ്. പിന്നെ അമ്മയും ഞാനും കൂടി അങ്ങ് പരതൽ തുടങ്ങി കേട്ടോ. ബിന്ദു ചേച്ചി ഉണ്ട് ഞങ്ങളുടെ കൂടെ. പിന്നെ ഞങ്ങൾക്ക് എന്താ എടുക്കേണ്ടതെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. കുറേ ക്ലിപ്പുണ്ട്, ക്യൂടെക്സ് ഉണ്ട്, ഐലൈനർ ഉണ്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ വാങ്ങിയില്ല. അമ്മയ്ക്കൊരു ക്ലിപ്പാണ് കേട്ടോ ഞങ്ങൾ നോക്കുന്നത്. സൈത്തേട്ടനും കുറേ ചോദിക്കുന്നുണ്ട് കേട്ടോ. മാല വേണോ, കൈ ചെയിൻ വേണോ, കീ ചെയിൻ വേണോ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏതെടുക്കും ആകെ കൺഫ്യൂഷനായി പോട്ടോ. പിന്നെ കുറേ വലിയ വലിയ കമ്മലുകളും മാലകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, വളകളും. അതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബിന്ദു ചേച്ചി എനിക്കൊരു ക്രാബ് വാങ്ങി തന്നു കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഫ്ലവറിൻ്റെ ക്രാബാണ് കേട്ടോ വാങ്ങി തന്നിട്ടുള്ളത്. അത് കാണാൻ രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും എടുത്തു. പിന്നെ സൈത്തേട്ടൻ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് മുത്തുമാല വേണോ എന്നൊക്കെ. മുത്തുമാലയൊന്നും ഇപ്പോൾ നമ്മളാരും ഇടാറില്ലല്ലോ. പിന്നെ ഇതാ എല്ലാവരും ഡാൻസ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ബജിക്കടയിൽ പോയിട്ട് സൈത്തേട്ടൻ ഇതാ കോളിഫ്ലവറൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ബജിയൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഐസ്ക്രീം വാങ്ങുകയാണ് കേട്ടോ. അമ്മയും ബിന്ദു ചേച്ചി അങ്ങ് മുന്നിൽ നടന്നിട്ടുണ്ടായിരുന്നേ. ഐസ്ക്രീമൊന്നും വേണ്ട, തണുപ്പാണെന്ന് പറഞ്ഞിട്ട് സൈത്തേട്ടൻ തന്നെ പോയിട്ട് ഐസ്ക്രീം വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവർക്കും കൂടിയുള്ള ഐസ്ക്രീം വാങ്ങിയിട്ട് വേഗം അവരുടെ അടുത്ത് എത്താൻ നടക്കുകയാണ് കേട്ടോ. കാരണം അവർ കുറച്ച് മുന്നിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവർക്കൊക്കെ ഐസ്ക്രീം അങ്ങ് കൊണ്ടു കൊടുത്തു. ഇനി നമ്മൾ നേരെ വീട് പിടിക്കുകയാണ് കേട്ടോ. ബിന്ദു ചേച്ചിനെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഉത്സവ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.